സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധി അനുവദിക്കാനുള്ള നീക്കത്തിൽ വിവാദമുയരുന്നു. തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലതരത്തിലുള്ള ചർച്ചകളാണ് സമൂഹമാധ്യമങ്ങളിൽ അടക്കമുയരുന്നത്. പരാതിയുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. ഇതിനിടെ തീരുമാനം സംബന്ധിച്ച തുടർ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിൽ ആരംഭിച്ചു. UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലെ സുപ്രധാന തീരുമാനമെന്ന നിലയ്ക്കാണ് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ആർത്തവ അവധി വിലയിരുത്തുന്നത്. ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് മാസം 3 അവധി വീതം അനുവദിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ ഉയർന്നുവരികയാണ്. തീരുമാനം പെൺകുട്ടികളുടെ കർമ്മശേഷിയെ പരിമിതപ്പെടുത്തുമെന്നും അവധികൾ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നാണ് ആക്ഷേപം. ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ നല്ല കാര്യങ്ങളും ചീത്തവശങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനം എടുക്കുള്ളൂ എന്നുള്ളത് സംശയമില്ല. ഇത് ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഉയരുന്ന വിമർശനങ്ങളിലും ചർച്ചകളിലും വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കി. UDF-ൽ അഭിപ്രായ വ്യത്യാസമൊന്നും അക്കാര്യത്തിലില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥികളായ സ്ത്രീകൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കും ചില ഇളവുകൾ ആ കാര്യത്തിൽ നൽകിക്കൂടെ എന്നുള്ളതാണ് ആ പ്രപ്പോസലിന്റെ കാര്യം. സമ്മർദ്ദവും മൂഡ് സ്വിംഗും നേരിടുന്ന കുട്ടികളെ ചേർത്തുപിടിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് ഫാത്തിമ തഹലിയ MLA പറഞ്ഞു. ഈ മൂഡ് സ്വിംഗ് ഒക്കെ ഉള്ള ആളുകള് ബുദ്ധിമുട്ടിയിട്ടാണ് ക്ലാസ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതേസമയം തീരുമാനം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി നൽകാൻ സർക്കാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.